വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കാനുള്ള ഇസ്രായേൽ ബിൽ അപമാനകരമെന്ന് അമേരിക്ക സമാധാന ശ്രമങ്ങളെ വെല്ലുവിളിക്കുന്ന നീക്കമാണെന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് പ്രതികരിച്ചു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചു. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേലിൽ സന്ദർശനം നടത്തുകയാണ്. അജയ് സുധ ബിജു ചേരുന്നു വിവരങ്ങളുമായി. അജയ്, കർശനമായിട്ടുള്ള കർക്കശത്തോടുകൂടിയുള്ള നിലപാടാണോ യു എസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്? തീർച്ചയായിട്ടും എൽദോ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ജെ.ഡി. വാൻസ് ഇസ്രായേൽ സന്ദർശനം കഴിഞ്ഞ് തിരിച്ച് യു എസിലേക്ക് മടങ്ങിയത്. അപ്പോൾ മടങ്ങുന്നതിനിടെയാണ് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ എയർപോർട്ടിൽ വെച്ച് ഇത്തരത്തിൽ ഈ ഇസ്രായേൽ പാർലമെൻറ്റ് ഈ വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ബില്ലിന് പ്രാഥമിക അംഗീകാരം നൽകിയതിനെ പറ്റിയിട്ടുള്ള ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ജെ.ഡി. വാൻസ് പറഞ്ഞത്, ഇതൊരു രാഷ്ട്രീയ കളിയാണെങ്കിൽ അത് വിഡ്ഢിത്തം നിറഞ്ഞ രാഷ്ട്രീയ കളിയാണ്, ഇതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ചെയ്യില്ല. ഗാസയിലുള്ള സമാധാന കരാർ അത് കൂടുതൽ ഭീഷണി, ആ ഒരു സമാധാന കരാറിൽ കൂടുതൽ ഭീഷണി ഉണ്ടാക്കാനേ ഈ ഒരു ബില്ല് ഇടവരുത്തൂ എന്നും ജെ.ഡി. വാൻസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ ട്രംപ് നയിക്കുന്ന ഈ അമേരിക്കയുടെ ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഇതൊരു ഭീഷണിയാണെന്നും ജെ.ഡി. വാൻസ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപിനോടും മാധ്യമപ്രവർത്തകർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഒരു ഫ്രഞ്ച് മാധ്യമപ്രവർത്തകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിനോട് ചോദ്യം ചോദിച്ചത്. അപ്പോൾ ട്രംപ് ഇതിന് മറുപടിയായിട്ട് പറഞ്ഞത്, അതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല, ഇസ്രായേൽ ഗാസയിൽ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ യാതൊരുവിധ പ്രവൃത്തികളും നടത്താൻ പോകുന്നില്ല, വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ഒന്നും ചെയ്യില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്തായാലും അമേരിക്കയെ ഈ ഇസ്രായേലിൻ്റെ ഈ പുതിയൊരു നീക്കം അത് ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഇസ്രായേൽ പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുള്ള ഈ പ്രാഥമികമായിട്ട് മാത്രമേ വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കാനുള്ള ഈ ബില്ല് പാസ്സാക്കിയിട്ടുള്ളൂ എന്നതുകൂടി എടുത്തു പറയണം. അതിനി 2-3 ഘട്ടങ്ങൾ കൂടി കഴിഞ്ഞാൽ മാത്രമേ ഈ ബില്ല് പൂർണ്ണമായിട്ടും നിലവിൽ വരികയുള്ളൂ. പ്രാഥമിക ഘട്ടത്തിൽ 120 അംഗങ്ങളുള്ള ഇസ്രായേൽ പാർലമെൻറ്റിൽ 24-നെതിരെ 25 വോട്ടുകൾക്കാണ് ഈ ബില്ല് പാസ്സായത്. ഈ ബില്ലിനെതിരെ ഈ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇപ്പോൾ സെലൻസ്കി ഉൾപ്പെടെ ഈ ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ ഈ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെയും ഭരണപക്ഷമായ പാർട്ടിയുടെയും എല്ലാം എതിർപ്പ് മറികടന്നുകൊണ്ടാണ് തീവ്ര വലതുപക്ഷ സംഘടനകൾ ഈ ബില്ല് പാസ്സാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പ് ഈ ബില്ലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയും നിലവിൽ ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയാണ്. ഇസ്രായേലിൻ്റെ ഈ നീക്കത്തിൽ അമേരിക്കയും ശക്തമായിട്ടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. അതുപോലെ തന്നെ ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഈ വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കുന്ന ഒരു നടപടികളിലേക്ക് ഇസ്രായേൽ കടക്കുകയാണെങ്കിൽ ഇസ്രായേലിന് അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കും എന്നൊരു കടുത്ത മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകിയതായിട്ട് വിവരമുണ്ട്. ഇപ്പോൾ നിലവിൽ യു.എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ ഇസ്രായേലിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജെ.ഡി. വാൻസ് അവിടെയുള്ള സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെയാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ കൂടി ഇസ്രായേലിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹവും അവിടെയുള്ള നേതാക്കളെ കണ്ട് സമാധാന ശ്രമങ്ങളുടെ അടുത്ത ഘട്ടം അത് കൂടുതൽ ചർച്ച ചെയ്യും. ഇപ്പോൾ നിലവിൽ സമാധാന ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അവിടെ സംഘർഷം ഇപ്പോഴും രൂക്ഷമായി തന്നെ തുടരുകയാണ്. പഴയതുപോലെ അങ്ങനെ ഒരു മുഴുനീളൻ ഒരു യുദ്ധമായിട്ടില്ലെങ്കിലും ഇപ്പോഴും ഹമാസിനും ഇസ്രായേലിനും ഇടയിൽ ചെറിയ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ അവിടെ ഗാസയിൽ ചില മേഖലകൾ നടത്തിയിരുന്നു. ഇതിൽ മരണസംഖ്യയും പലയിടങ്ങളിലായിട്ട് ഉയരുന്നുണ്ട്. അതേസമയം തന്നെ ലോകാരോഗ്യ സംഘടന ഇപ്പോൾ നിലവിൽ ഗാസയിലുള്ള സ്ഥിതിഗതികളിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും അവിടേക്കുള്ള ഭക്ഷണം, വെള്ളം, അതുപോലെ അവശ്യ സാധനങ്ങൾ ഇവയുടെയൊക്കെ വിതരണം അത് മതിയായ തോതിലല്ല നടക്കുന്നത്. നിരവധി ജനങ്ങൾ ഇപ്പോഴും പട്ടിണിയിലാണ് എന്നുൾപ്പെടെ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. റഫ അതിർത്തിയിൽ നിലനിന്നിരുന്ന സംഘർഷത്തെ തുടർന്ന് ഇസ്രായേൽ ഈ അതിർത്തി താൽക്കാലികമായിട്ട് അടയ്ക്കുന്ന ഒരു സ്ഥിതി ഉൾപ്പെടെ വന്നിരുന്നു. അതിർത്തി മേഖലയിൽ ഈ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഭക്ഷണ വിതരണം അതുപോലെ തന്നെ മറ്റ് സഹായങ്ങൾ അത് ഗാസയിലേക്ക് എത്തുന്നതിന് നിലവിൽ പരിമിതി നേരിടുകയാണിത്. റൈറ്റ്. എന്താണെങ്കിലും ഈ വിഷയത്തിൽ കടുത്ത നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചതെന്നുള്ളതാണ് ശ്രദ്ധേയം. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.